വചനം വചനം ത്രിയേക ദൈവമാം വചനം വചനം. ത്രിയേക ദൈവത്തിന് സ്തുതിയും മഹത്വവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ത്രേസ് കാന്തോസ് എന്ന വചന വിചിന്തന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആണ്ടുവട്ടത്തിലെ 8ാമത്തെ ഞായറാഴ്ച സാർവത്രിക സഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. എല്ലാ മതങ്ങളും ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അവരുടെ പ്രബോധനങ്ങളും കാഴ്ചപ്പാടുകളും വിഭിന്നങ്ങളാണ്. എന്നാൽ ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ, പ്രത്യേകിച്ചും ക്രിസ്തുവിൻ്റെ പ്രബോധനമനുസരിച്ച്, ദൈവം ത്രിയേക ദൈവമാണ്. ക്രിസ്ത്യാനികൾ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവർക്ക് 3 ദൈവങ്ങളില്ല, മറിച്ച് ഒരേ ഒരു ദൈവം മാത്രം. ഗണിതശാസ്ത്രമനുസരിച്ച് 1 + 1 + 1 = 3. എന്നാൽ ത്രിയേക ദൈവത്തിൻ്റെ കാര്യത്തിൽ അത് മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇമ്മിണി വലിയ 1. 3 ദൈവങ്ങളല്ല, മറിച്ച് ഒരേ ഒരു ദൈവം. ത്രിയേക ദൈവത്തെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് വേർതിരിക്കാൻ കഴിയുമെങ്കിലും അവർ സത്തയിൽ ഏകമാണ്. അവർക്കുള്ളത് ഏക ദൈവിക സത്തയാണ്. ഈ തിരുനാൾ 3 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, ദൈവം ജീവിക്കുന്ന വ്യക്തിയാണ്. രണ്ടാമതായി, ദൈവം നിത്യനാണ്. മൂന്നാമതായി, ദൈവം ഒരു കൂട്ടായ്മയാണ്. ദൈവം ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കെസറിയ ഫിലിപ്പിയിൽ വെച്ച് പത്രോസ് നടത്തിയ വിശ്വാസ പ്രഖ്യാപനമാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന വ്യക്തിയാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, അബ്രഹാത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. ജീവിക്കുന്നവരുടെ ദൈവം ജീവിക്കുന്നവൻ കൂടിയാണ്. ദൈവത്തിൻ്റെ ശ്വാസം നൽകിക്കൊണ്ടും ദൈവത്തിൻ്റെ സ്നേഹം ചൊരിഞ്ഞുകൊണ്ടും സൃഷ്ടിച്ചുകൊണ്ടും അവിടുന്ന് നമ്മെ എന്നും നിലനിർത്തുന്നു. ദൈവം നിത്യനാണ് എന്ന് പറയുമ്പോൾ നാം അർത്ഥമാക്കുന്നത് അവിടുന്ന് കാലഹരണപ്പെട്ടവനല്ല. അവിടുത്തെ ഒന്നും നശിപ്പിക്കുന്നില്ല. അവിടുന്ന് നിരന്തരം സ്ഥായിയായി നിലനിൽക്കുന്ന സത്യമാണ്. നേരത്തെയോ വൈകിയോ എത്തുന്ന ഒരു കഥാപാത്രമല്ല ദൈവം. മുൻപെന്നോ പിൻപെന്നോ എന്ന വ്യത്യാസം ദൈവത്തിനില്ല. അവിടുന്ന് നിത്യം ജീവിക്കുന്നു. ത്രിയേക ദൈവം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമെന്ന് പറയുന്നത് ദൈവം ഒരു കൂട്ടായ്മയാണ് എന്നുള്ള സത്യമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ ത്രിയേക ദൈവമാണ് കൂട്ടായ്മയുടെ ഉറവിടം. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, സ്നേഹിക്കാൻ 2 പേർ വേണം. എന്നാൽ പരിപൂർണമായി സ്നേഹിക്കാൻ 3 പേർ വേണം. 2 പേരുടെ സ്നേഹം മറ്റൊരാളിലേക്ക് ചൊരിയപ്പെടുന്നു. അപ്പോൾ സ്നേഹം പൂർണ്ണമാകുന്നു. ത്രിയേക ദൈവത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹം പരിശുദ്ധാത്മാവിലേക്ക് ചൊരിയപ്പെടുന്നു. കുടുംബ അന്തരീക്ഷത്തിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹം മക്കളിലേക്ക് ചൊരിയപ്പെടുന്നു. അങ്ങനെ പൂർണ്ണമായ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും
ഉറവിടം ത്രിയേക ദൈവമാണ്. ത്രിയേക ദൈവത്തിൽ പരിപൂർണ സഹവർത്തിത്വവും തുല്യതയും ഐക്യവും സ്നേഹവും കൂട്ടായ്മയും നമ്മൾ ദർശിക്കുന്നു. അവർ തമ്മിൽ മത്സരങ്ങളില്ല, അധികാര വടംവലികളില്ല, വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമില്ല, ഉടമയെന്നോ അടിമയെന്നോ വ്യത്യാസമില്ല. അവരെല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ നൽകുന്ന സന്ദേശം ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ദൈവം ജീവിക്കുന്ന വ്യക്തിത്വമാണ്. ദൈവം നിത്യനാണ്. ദൈവം ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകകളിലും തൃത്വത്തിൻ്റെ സമഭാവനയും തുല്യതയും ഐക്യവും സ്നേഹവും എന്നും നിലനിൽക്കട്ടെ. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.